ഗൈസ്, ഇതിൻ്റെ ചാനലിലെ രണ്ടാമത്തെ വീഡിയോ ആണ്, അതായത് ലോങ് വീഡിയോ. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കി നോക്കാൻ പോകുന്നത് ഒരു ചോക്ലേറ്റ് ബുക്കാണ്. ഈ ചോക്ലേറ്റ് ബുക്ക് എന്താണെന്ന് ഇങ്ങനൊരു കമൻറ്റ് വരുന്നവരെ എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. അതിനുശേഷം അതേ കമൻറ്റ് തന്നെ വീണ്ടും വന്നു. സോ അതിനുശേഷമാണ് ഇതെന്താ സംഭവം എന്നുള്ളത് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയത്. ഫസ്റ്റ് ആ കമൻറ്റ് കണ്ട ടൈമിൽ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്, ഇനി ഇത് വല്ല ചോക്ലേറ്റ് മെൽറ്റാക്കിയിട്ട് വല്ല ബുക്ക് ഉണ്ടാക്കലോ, ഇനിയിപ്പം ചോക്ലേറ്റ് കൊണ്ടുള്ള വല്ല ജേർണലിങ്ങോ ഒക്കെ ആണെന്നാണ്. എന്താല്ലേ ഓരോ ചിന്ത പോകുന്നൊരു പോക്ക്. അങ്ങനെ ഫൈനലി ഞാൻ കണ്ടുപിടിച്ചു, ഈ ചോക്ലേറ്റ് ബുക്ക് എന്ന് പറയുന്നത് ഞാൻ ചിന്തിച്ച രണ്ട് സാധനമല്ല, ഇത് ശരിക്കും ഒരു ബുക്ക് തന്നെയാണ്. ബട്ട് ഇത് ചോക്ലേറ്റിൻ്റെ തീമിലാണ് വരുന്നതെന്ന് മാത്രം. പിന്നെ ഈ ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ടും ഗ്ലൂ ഗൺ വെച്ചിട്ടൊക്കെ ഓരോ വീഡിയോസ് കാണുന്ന ടൈമിൽ എനിക്കത് വെച്ചിട്ട് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം. ബട്ട് ഗ്ലൂ ഗൺ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ആ ആഗ്രഹം അങ്ങനെ വെച്ചതായിരുന്നു. സോ അതിൻ്റെ അടുക്കാണ് ഞാൻ ഈ ഗ്ലൂ സ്റ്റിക്ക് ഇങ്ങനെ യൂസ് ചെയ്യാന്ന് കണ്ടത്. സോ അങ്ങനെ യൂസ് ചെയ്ത് നോക്കാത്ത അങ്ങനെ ഒന്ന് യൂസ് ചെയ്തിട്ട് നോക്കണേ. ഞാൻ നേരത്തെ കാണിച്ച ആ കാർഡ്ബോർഡ് മേലുള്ള പരിപാടി അത് നൈസായിട്ടൊന്ന് ഫ്ലോപ്പ് ആയിട്ടുണ്ട്. സോ ഞാൻ കുറച്ചും കൂടെ കട്ടി കുറഞ്ഞിട്ടുള്ള ഒരു പേപ്പറാണ് എടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചോക്ലേറ്റ് ബൈറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഏരിയ ഉണ്ടാവല്ലോ, അതുപോലെയാണ് ഇതിൻ്റെ ഒരു സൈഡ് നമ്മൾ ചെയ്തെടുക്കുന്നത്. സോ തിക്കായിട്ടുള്ള കാർഡ്ബോർഡ് ആകുമ്പം അത് കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ അല്ലേ? സോ കുറച്ച് തിന്നായിട്ടുള്ളത് തന്നെ എടുക്കാം. ഞാൻ ഈ വീഡിയോയിൽ ആക്ച്വലി എത്ര സോ പറയാൻ പോകുന്നുണ്ട്, എത്ര എണ്ണം പറഞ്ഞെന്നുള്ളത് എനിക്കറിയില്ല. സോ നിങ്ങളൊന്ന് കൗണ്ട് ചെയ്തിട്ട് കമൻറ്റ് ഇടണം. നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കാർഡ്ബോർഡിൻ്റെ പീസ് ഉണ്ടല്ലോ, അത് നമ്മൾ ഒഴിവാക്കുന്നില്ല. കാരണം ഈ ചോക്ലേറ്റിൻ്റെ മേലെ വരുന്ന പീസസ് ഉണ്ടല്ലോ ചോക്ലേറ്റിൻ്റെ, അത് ചെയ്യാനായിട്ട് നമുക്കത് യൂസ് ചെയ്യാമല്ലോ. സോ നമ്മളെന്തിനും ഒഴിവാക്കണം. സോ നമ്മളിത് ആ ഫൈനൽ സ്റ്റെപ്പിലേക്ക് കിടക്കുന്നു. ഇതേപോലെ കുറച്ച് സ്ക്വയേഴ്സ് കട്ട് ചെയ്തെടുത്തിട്ട് അത് ആ കാർഡ്ബോർഡിൻ്റെ മേലെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് ചോക്ലേറ്റിൻ്റെ കളറും കൂടി അടിച്ചു കൊടുത്താൽ സംഭവം സെറ്റ്. ഇപ്പോൾ ഒരു ചോക്ലേറ്റിൻ്റെ ലുക്കൊക്കെ വന്നിട്ടില്ലേ? പിന്നെ വേറൊരു കാര്യം, ഇതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള പേജസും ആ കാർഡ്ബോർഡ് കട്ട് ചെയ്ത പോലെ അതിൻ്റെ ആ എൻഡിൽ ഇനി പേജസ് എല്ലാം കൂടെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ സംഭവം സെറ്റ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും ചെയ്യാം.